ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗിരിജ ചിറ്റ അടുക്കള ഭരിക്കുന്ന ആൾക്കാരോട് പോയി തർക്കിക്കാനായിട്ട് നിൽക്കുകയാണ്. ഇത് കേട്ട മോഹിനിക്കാകെ കാലി വരികയാണ്. അപ്പോൾ മോഹിനി ചോദിക്കുകയാണ്, ഇവിടെ ആരും ഇല്ലെന്നോ? ഇവിടെ ജോലി ചെയ്യാൻ എന്തോരം പെണ്ണുങ്ങളുണ്ട്. ഇപ്പതേ ഗിരിജയും വന്നിട്ടുണ്ടല്ലോ. പിന്നെ എന്താ പ്രശ്നം? ഇത് കേട്ട ഗിരിജയാണെങ്കിൽ, ഓ പിന്നെ ഞാൻ അടുക്കള ജോലി ചെയ്യാൻ വേണ്ടി വന്നതൊന്നും അല്ല. ഓ എങ്കിലിരിക്കട്ടെ. അല്ല, ഇവിടുത്തെ അടുക്കള റാണിമാർ എന്താണാവോ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോഹിനി, ദേ അപ്പവും പുട്ടും ദോശയും ഒക്കെ ഉണ്ട്. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചാൽ വയറ് നിറച്ച് കഴിച്ചോ. ഓ എനിക്കിതൊക്കെ മതി. പക്ഷേ പിങ്കി മോൾക്ക് ഇതൊന്നും പറ്റില്ലല്ലോ. ഇപ്പോഴേക്കും മോഹിനി, എന്താ പിങ്കി മോൾക്ക് തിന്നാൻ പറ്റാത്ത വല്ല അസുഖമുണ്ടോ? എൻ്റെ മോഹിനി, ഈ ഗർഭം എന്ന് പറയുന്നതും ഒരു അസുഖം തന്നെയാണല്ലോ. എൻ്റെ ദൈവമേ, ഞാൻ ഇപ്പോഴാണ്ടോ ഇങ്ങനൊരു കാര്യം അറിയുന്നത്. ഗർഭം അസുഖമാണ് പോലും. എന്താ മോഹിനി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഒരു 10-11 പ്രസവിച്ചിട്ടില്ലെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും നീ പ്രസവിച്ചല്ലേ. ഈ ഗർഭം എന്താണ്, ഇതിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ ശരിക്കറിയാലോ. ഛർദിച്ച് എടങ്ങേറ് തീരൂലേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ലക്ഷ്മി ആണെങ്കിൽ, മോഹിനി ഒന്നും മിണ്ടാതിരിക്കും. മോഹിനി, ഞാൻ ചോദിക്കട്ടെ, അല്ല ഗിരിജ, എന്താണിപ്പോൾ ഗിരിജയ്ക്ക് വേണ്ടത്? എന്ത് പറയാൻ ഇങ്ങോട്ട് വന്നത്? എന്താണ് നിങ്ങൾക്ക് അത്യാവശ്യം? അതെന്താണെന്ന് വെച്ചാൽ പറ. എന്ന് വെച്ചാൽ ഞങ്ങൾ കഴിയുന്നത് പോലെ ഞങ്ങൾ ചെയ്തു തരാം. അങ്ങനെ പറ ലക്ഷ്മി. അതെ, ഇപ്പം വേണ്ടത് പാലിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അടിച്ച് ഒരു ഷേക്ക് ഉണ്ടാക്കി തന്നെ, അതാണ് വേണ്ടത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോഹിനിയാണെങ്കിൽ, എന്ത്? അല്ല, കുറച്ച് ദിവസം മുമ്പ് നന്ദ ഒരു മാംഗോ ഷേക്ക് ഉണ്ടാക്കി കൊണ്ടുവന്നായിരുന്നു. ആ സമയത്ത് നിങ്ങൾ പറഞ്ഞത് അത് പിങ്കിക്ക് ഇഷ്ടമല്ല, പിങ്കി ഛർദ്ദിക്കും, അങ്ങനെയൊക്കെയാണെന്നല്ലേ പറഞ്ഞത്. ഇപ്പം എന്താ, പാലിട്ട് ഷേക്ക് കുടിക്കുന്നതിനെ കൊണ്ട് യാതൊരു പ്രശ്നവുമില്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, അതെ, ഓരോ ദിവസവും ഓരോ ആവശ്യങ്ങളല്ലേ. ചിലപ്പോൾ ജ്യൂസ് കുടിക്കാൻ തോന്നും, ചിലപ്പോൾ ഷേക്ക് കുടിക്കാൻ തോന്നും, ചിലപ്പോൾ വീണ്ടും ജ്യൂസ് കുടിക്കാൻ തോന്നും. അങ്ങനെയാണ് ഗർഭിണികൾക്ക് പലപ്പോഴും പല ടേസ്റ്റാണ്. അതുകൊണ്ട് നമ്മൾ അതെല്ലാം സഹിച്ചേ മതിയാവുള്ളൂ. ഇപ്പൊ പിങ്കി പറയുന്നത് പിങ്കിക്ക് പാൽ ഡ്രൈ ഫ്രൂട്ട്സ് അടിച്ച് ഒരു ഷേക്ക് വേണമെന്നാ പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കൊടുക്കുന്നതല്ലേ നല്ലത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലക്ഷ്മി പറയാണ്, സാരമില്ല, ഞാൻ ഷേക്ക് ഉണ്ടാക്കി തരാം. എങ്കിൽ പോയി പെട്ടെന്ന് ഉണ്ടാക്ക ലക്ഷ്മി. അവിടെ പിങ്കി മോള് ചോദിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പെട്ടെന്ന് പോയി ഷേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് നോക്ക്. ശരി ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മിയാണെങ്കിൽ നേരെ അങ്ങോട്ട് അടുക്കളയിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ അടുക്കളയിലേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ഗിരിജ വന്നിട്ട് മോഹിൻ്റെ അടുത്ത്, മോഹിനി, നല്ല സാരിയാണല്ലോ, നല്ല രസമുണ്ടല്ലോ കാണാനായിട്ട്. മോഹിനി, ഇതെവിടുന്നാ മോഹിനി മേടിച്ചത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും മോഹിനിയാണെങ്കിൽ, അതേ, സോപ്പിങ് ഇവിടെ വേണ്ട, അതിവിടെ പതയില്ല, പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ ഗിരിജ ചമ്മി നാറിയൊരു അവസ്ഥയിലായിപ്പോയി. അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പവിത്രയാണ്. അപ്പോൾ പവിത്രയാണെങ്കിൽ സജയനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ ഇപ്പം നിങ്ങൾക്ക് വേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ജീവനായ നീ അവിടെയല്ലേ. അപ്പം എന്താ, ഞാൻ വിളിക്കാൻ പാടില്ലേ? ഞാൻ ഫോൺ വിളിച്ചിട്ടുണ്ടെങ്കിൽ നിനക്കെന്താ ശല്യമാണ്? അല്ല, നിങ്ങളിപ്പോൾ വിളിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ വിളിച്ച് നിങ്ങൾ എന്നെ ശല്യപ്പെടുത്തരുത്. അയ്യോ, ഇതൊന്നും ശല്യപ്പെടുത്തതല്ല മോളെ. എനിക്ക് മോളെ കാണണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ തോന്നി, അതുകൊണ്ടല്ലേ ഞാൻ മോളെ വിളിച്ചത്. അപ്പോൾ ഇതിങ്ങനെ ശല്യമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ദേ മോളെ, ദേ ഞാൻ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടോ? അല്ല, എന്താ സജിയേട്ടൻ ഇപ്പം എന്താ വേണ്ടത്? അതൊന്ന് പറഞ്ഞാട്ടെ. അപ്പോൾ നമ്മുടെ ഈ ഗിരിജ ഈ പവിത്രയുടെ വർത്തമാനം കേട്ടിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. പക്ഷേ എന്താണ് പറയുന്നതൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്തോ രഹസ്യമുണ്ടെന്ന് ഈ ഗിരിജയ്ക്ക് മനസ്സിലായി. അപ്പോൾ ഗിരിജ അവിടെ തന്നെ ഇങ്ങനെ കാതോർത്ത് നിൽക്കുകയാണ്. എന്തെങ്കിലും ഒന്ന് കേൾക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നല്ലതാണല്ലോ. അപ്പോൾ നമ്മുടെ പവിത്ര പറയണ, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല സജിയേട്ടാ, പിന്നെ എന്തിനാണ് എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്യുന്നത്? ഓ, ഒരു തെറ്റും ചെയ്തില്ലല്ലേ? ദേ, എന്തൊക്കെ പറഞ്ഞാലും നീൻ്റെ കഴുത്തിൽ താലി കെട്ടിയത് ആദ്യം ഞാനല്ലേ. എന്നിട്ട് നീ വരുണിൻ്റെ ഒപ്പം പോയി, വരുണിനെ സ്നേഹിച്ചു കല്യാണം കഴിച്ചു. അത് വലിയൊരു തെറ്റല്ലേ പവിത്ര? എന്നിട്ട് അതെല്ലാം മറച്ചു വെച്ച് ആ കുടുംബത്തിൽ ജീവിക്കുന്നു അല്ലേ? അതും വലിയൊരു തെറ്റല്ലേ പവിത്ര?
സജിയേട്ടൻ എന്നെ ഇങ്ങനെ പറഞ്ഞ് സങ്കടപ്പെടുത്തരുത്. എന്താണിപ്പോൾ വേണ്ടത്? പറയാം, ഞാൻ എന്താ വേണ്ടെന്നൊക്കെ പറയാം. നീയേ ഞാൻ പറയുന്ന സ്ഥലത്ത് വന്നിരിക്കണം. അയ്യോ ഞാൻ വരില്ല. അയ്യോ പേടിക്കണ്ട പവിത്ര മോളെ, ഞാൻ ലോഡ്ജിലോ മറ്റിലോ ഒന്നല്ല വിളിച്ചത്. ഈ ബോൾഗട്ടി പാർക്കില്ലേ, ആ പാർക്കിൻ്റെ അവിടെ ഒന്ന് വരണം. എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് എൻ്റെ പവിത്ര മോളെ ഒന്ന് കാണാലോ. ഇല്ല ഞാൻ വരില്ലെന്ന് പറഞ്ഞാൽ വരില്ല. എനിക്കങ്ങനെ വരാനായിട്ട് സാധിക്കില്ല. ഓ വാശിയാണോ? അങ്ങനെ വരാൻ പറ്റില്ലെങ്കിലേ ഞാനൊരു കടുത്ത തീരുമാനം അങ്ങോട്ട് എടുക്കും. എന്ത് കടുത്ത തീരുമാനം? അത് ഞാൻ ആ ഇന്ത്യ വരത്തിലേക്ക് അങ്ങോട്ട് വരും. എന്നിട്ട് സത്യങ്ങൾ മുഴുവനും ഞാൻ വിളിച്ചു പറയും. അപ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ പവിത്ര മോളെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പവിത്ര ആകെ പേടിച്ച് വിറച്ചൊരവസ്ഥയിലായി പോവുകയാണ്. സജിയേട്ടാ അങ്ങനെയൊന്നും ചെയ്യരുത് സജിയേട്ടാ. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ പറയുന്ന ആ സ്ഥലത്തേക്ക് വാ. അതിനുശേഷം നമുക്ക് പിന്നീട് എന്തെന്ന് വെച്ചാൽ തീരുമാനിക്കാം, കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ പവിത്രയ്ക്ക് ആകെ പേടി തോന്നിക്കുകയാണ്. പവിത്ര പെട്ടെന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു ഈ ഗിരിജയെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ഗിരിജ അങ്ങോട്ട് ചെന്നിട്ട് എന്താ പവിത്രയ്ക്ക് എന്തെങ്കിലും ടെൻഷനുണ്ടോ പവിത്ര എന്ന് ഗിരിജ ചോദിക്കുകയാണ്. അപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പവിത്ര ടെൻഷനോ? എന്ത് ടെൻഷൻ? എനിക്കൊരു ടെൻഷനും ഇല്ല. നിങ്ങൾ എന്തിനാണ് എൻ്റെ പിന്നാലെ നടക്കുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ. എനിക്ക് ടെൻഷൻ പോലും അല്ല. ടെൻഷനില്ലെന്ന് പറഞ്ഞാൽ ആ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഭയങ്കര ടെൻഷനുള്ള കാര്യം. അതുകൊണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അതെ, നിങ്ങൾ എൻ്റെ മുഖം നോക്കി നടക്കാതെ നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി നടന്നാൽ മതി. അല്ലാതെ എന്നെ കൂടുതൽ ഭരിക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ കടന്ന് പൊയ്ക്കണ്ടേ എന്നും പറഞ്ഞുകൊണ്ട് പവിത്ര ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ പവിത്രയിൽ എന്തൊക്കെയോ കള്ളത്തരം ഉണ്ടെന്ന് നമ്മുടെ ഗിരിജയ്ക്ക് മനസ്സിലായി. പിന്നീട് ഗിരിജ നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. നേരെ കയറി പിങ്കിയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. പിങ്കിയുടെ റൂമിൽ ചെന്നപ്പോൾ പിങ്കി ആണെങ്കിൽ എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മോളെ എന്താ മോളെ? ഇല്ല ചിറ്റേ, ഞാൻ ഓരോ കാര്യങ്ങളിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അതല്ലേ നമുക്ക് ഇതുള്ളൂ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മോളെ ഈ പവിത്രയില്ലേ, അവൾക്ക് എന്തൊക്കെയോ കള്ളത്തരമുണ്ട്. കള്ളത്തരം? എന്ത് കള്ളത്തരം? ഞാനിന്നേ പവിത്ര ആരോടൊക്കെയോ പോയി സംസാരിക്കുന്നത് ഞാൻ കണ്ടു. ഫോണിലാ. ഭയങ്കര പേടിച്ച് വിറച്ചാണ് സംസാരിച്ചത്. അപ്പോൾ എന്താണെന്നറിയാൻ വേണ്ടി ഞാൻ കാതോർത്തിരുന്നു മോളെ. പക്ഷെ ഒന്നും കേൾക്കാൻ പറ്റിയില്ല. ഒരെത്തും പിടിയും കിട്ടിയില്ല മോളെ. പക്ഷേ അവൾക്ക് എന്തൊക്കെയോ കള്ളത്തരമുണ്ടെന്ന് മനസ്സിലായി. ആഹാ കൊള്ളാലോ ചിറ്റേ. ചിറ്റയ്ക്കൊന്നും കേൾക്കാനും പറ്റിയില്ല. അവൾക്ക് എന്തോ കള്ളത്തരമുണ്ടെന്ന് ചിറ്റ അങ്ങോട്ട് കണ്ടുപിടിക്കുകയും ചെയ്തു. അതെങ്ങനെ കണ്ടുപിടിച്ചു ചിറ്റേ? എൻ്റെ പൊന്നു മോളെ, അതിനല്ലേ തലച്ചോറെന്ന് പറഞ്ഞ സാധനമുള്ളത്. അതിലൂടെ നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാവുമല്ലോ. അതുമാത്രമല്ല മോളെ, ഞാനേ പവിത്ര അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും എന്നെ കണ്ട് ഞാൻ പവിത്ര പേടിച്ച് വിറച്ചു പോയി. അതെന്തിനാ? എന്നെ കാണുമ്പോൾ എന്തിനാണ് പവിത്ര പേടിച്ച് വിറച്ചു പോയത്? അപ്പോൾ അവൾ എന്തൊക്കെയോ കള്ളത്തരവില്ലേ, ഫോണിൽ കൂടിയൊക്കെ ഭയങ്കര സങ്കടത്തോടു കൂടി തന്നെയാണ് അവൾ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. അതിനിപ്പം നമുക്ക് എന്താ ചിറ്റേ? അവൾ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല മോളെ. ഏതായാലും അവളുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിക്കണം. എന്നിട്ട് അവളെ കൈക്കലാക്കണം. ഈ പവിത്ര എന്ന് പറഞ്ഞ ആ പെണ്ണ് അങ്ങോട്ട് നിൽക്കും ഇങ്ങോട്ട് നിൽക്കും. നിന്റെ കൂടെ സപ്പോർട്ടാണെന്ന് പറഞ്ഞാലും തരം കിട്ടി അവള് കാല് മാറില്ലേ? അത് ശരിയാ, അവള് കാല് മാറും. പക്ഷേ ഇനി കാല് മാറാനായിട്ട് പാടില്ല. ഇവിടെ നിനക്ക് സപ്പോർട്ടായിട്ട് ഒരാൾ വേണം. അത് പവിത്രയാണ്. പവിത്രയെ നീ കയ്യിലെടുക്കണം. ഈ കള്ളത്തരങ്ങൾ മുഴുവനും നമുക്ക് കണ്ടെത്തുക തന്നെ ചെയ്യണം. എന്നിട്ട് പവിത്രയെ കയ്യിലെടുത്തിട്ട് നമ്മളെ വരച്ച വര നിർത്തണം. നന്ദയ്ക്കെതിരെ നല്ല തിരിച്ചടി കൊടുക്കാൻ അവള് ബെസ്റ്റാണ് എന്നിങ്ങനെ പറയുകയാണ്. അതും നല്ലൊരു ഐഡിയ ആണല്ലോ ചിറ്റേ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മുന്നോട്ട് പോകുമല്ലേ? പിന്നെ അല്ലാതെ മുന്നോട്ട് പോകുമെന്നോ? ഉറപ്പായിട്ടും മുന്നോട്ട് പോകും. അതിനുള്ള പരിപാടികളെല്ലാം ചെയ്ത് കൂട്ടിയോ മോളെ? അങ്ങനെ ജ്യൂസ് എടുത്തിട്ട് ഈ ഗിരിജ നമ്മുടെ പിങ്കിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. പിന്നെ മോളെ, നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മുഴുവനും നീ ഗൗതത്തോട് ചോദിക്കണം. ഗൗതത്തോട് ചോദിച്ചാൽ മാത്രമേ ഗൗതത്തിന് കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ. ഗൗതം നിന്റെ അടുത്ത് കൂടുതൽ അടുക്കുള്ളൂ. നീ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ നീ കുഞ്ഞിനോട് ഭയങ്കര ഉത്തരവാദിത്തം കാണിക്കുന്നുണ്ടെന്ന് ഗൗതത്തിന് മനസ്സിലാണ്. അപ്പോൾ നിന്നോടുള്ള ഇഷ്ടം ഇതൊക്കെ കൂടിക്കൂടി വരും ഗൗതത്തിന്. അപ്പോൾ പിന്നെ ഞാൻ പറയണ്ടല്ലോ, നീ ഇങ്ങനെ മിണ്ടാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദ വരെ നിന്റെ തലേ കയറി നിരങ്ങും.
നീ ഓരോരോ കാര്യങ്ങൾ ഗൗതത്തോട് ആവശ്യപ്പെടുകയും ഗൗതത്തെ യാത്ര അയക്കുകയും ഒക്കെ ചെയ്യണം മോളെ. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും പിങ്കിക്ക് അത് ഓക്കെയാണെന്ന് മനസ്സിലായി. അങ്ങനെ പിങ്കി സന്തോഷത്തോടെ ആ ജ്യൂസൊക്കെ കുടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ പിങ്കി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇനി ഗൗതത്തെ വിടില്ല, ഗൗതത്തിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടാവണം എന്നുള്ളൊരൊറ്റ ചിന്ത. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പവിത്രയാണ്. അപ്പോൾ പവിത്രയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും പുറത്തേക്കൊന്ന് പോകണമല്ലോ, അതിനു വേണ്ടി തന്നെ. അപ്പോൾ നമ്മുടെ പവിത്ര ഈ ലക്ഷ്മി ടേബിളെല്ലാം തുടച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പവിത്ര ഓടി ചെന്നിട്ട്, ദൈവമേ ഇനിയിപ്പോൾ അമ്മയുടെ അടുത്ത് പറയാം, ഇല്ല അമ്മയുടെ അടുത്ത് പറയാം, അമ്മയുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല, അമ്മ വിടില്ല. അതെ അമ്മായി എന്ന് പറഞ്ഞു വിളിക്കണേ. എന്താ എന്താ മോളെ? അതെ അമ്മായി, എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നു അമ്മായി. അയ്യോ പുറത്തു പോകാനോ? ദേ പൊന്നുമോളെ, അങ്ങനെ പുറത്തേക്ക് പോകാൻ നിന്നെ വിടുവോ? വിടൂലല്ലോ. ദേ പിന്നെന്തിനാ ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നത്? ഇവിടുന്ന് അങ്ങനെ ആരെയും പുറത്തേക്ക് വിടാറില്ലല്ലോ, പ്രത്യേകിച്ച് നിന്റെ ഒരവസ്ഥ. നിന്റെ അമ്മായിയമ്മ നിബന്ധന വെച്ചത് കേട്ടില്ലേ? അല്ല, എനിക്ക് എൻ്റെ ഒരു ബന്ധുവിനെ കാണാനായിട്ട് പോവുകയായിരുന്നു. മോളെ നിബന്ധന എന്തായിരുന്നു? വരുണിനായിട്ട് നീ സ്നേഹിച്ച് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞതെന്താ? നിന്റെ വീട്ടുകാരായിട്ട് യാതൊരു അടുപ്പവും പാടില്ല എന്ന്. അപ്പോൾ നീ നിബന്ധനകളെന്തെല്ലാം തെറ്റിച്ചിട്ടുണ്ട്. പോയാൽ എന്ത് ചെയ്യും മോളെ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് പോയേ പറ്റുള്ളൂ. കാരണം എൻ്റെ കുഞ്ഞമ്മ കാലൊടിഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് കാണാതെ ഇരിക്കാനായിട്ട് പറ്റില്ല അമ്മായി, അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, ഇപ്പം എന്താ ചെയ്യുന്നത് ദൈവമേ, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അമ്മയോട് എനിക്ക് നേരിട്ട് പറയാനായിട്ട് പറ്റില്ല, അമ്മ എന്നെ വിടില്ല. എങ്കിലൊരു കാര്യം പറയാം, എൻ്റെ ബ്ലൗസ് മേടിക്കണമെന്ന് പറഞ്ഞ് എന്നെ വിടാം. ഞാൻ ഏതായാലും മോഹിനിയെ വിളിക്കട്ടെ. മോഹിനി മോഹിനി എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. എന്താ ഏട്ടതേ, എന്താ വിളിച്ചത്? അതെ, ഞാൻ പവിത്രയെ ഒന്ന് പുറത്തേക്ക് വിട്ടോട്ടെ. പുറത്തേക്ക് വിടാനോ? എന്തിന്? അതൊന്നും പറ്റില്ല. അവൾ പുറത്തേക്ക് പോയാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? ഇവിടെ അരുന്ധതി അമ്മായി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ തലയെടുക്കും, മനസ്സിലായല്ലോ? അയ്യോ അതല്ല മോഹിനി, പെട്ടെന്ന് പവിത്ര തിരിച്ചു വരും. എൻ്റെ ബ്ലൗസ് ഇന്ന് കിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടേ, അപ്പോൾ അതൊന്നും മേടിക്കാനായിട്ട് വിടാനാ. നീ ഏതായാലും ഏട്ടത്തിയോട് ഈ കാര്യങ്ങളൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്നേ. നീ പവിത്ര പെട്ടെന്ന് വന്നോളൂ. ഏട്ടതി ഇതൊരു വലിയ പ്രശ്നമാവോ? ഇല്ലെന്നേ. അപ്പോൾ പവിത്രയോട് ചോദിക്കുകയാണ്, പവിത്രേ നീ പോയിട്ട് പെട്ടെന്ന് വരുമോ? ഞാൻ വരാമേ, പെട്ടെന്ന് വരാമേ. നീ എനിക്ക് വഴക്ക് കേൾപ്പിക്കും. ഇല്ലമ്മേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പെട്ടെന്ന് വരാം. എങ്കിൽ ചെന്ന് ചെല്ല് എന്നും പറഞ്ഞുകൊണ്ട് മോഹിനി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ പവിത്രയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പോൾ പവിത്രയോട് ലക്ഷ്മി, മോളെ ഇപ്പം സന്തോഷമായില്ലേ? എൻ്റെ നല്ല അമ്മായിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കവിളൊരു നുള്ളൊക്കെ കൊടുത്തിട്ട് പവിത്ര സന്തോഷത്തോടു കൂടി തന്നെ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അരുന്ധതി അമ്മായിയും അങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവമേ, എൻ്റെ പവിത്ര മോള് എത്ര സന്തോഷത്തോടെ കളിച്ചിരിച്ച് നടന്നതാണ്. അവളുടെ ഇരിപ്പ് കാണുമ്പോൾ ആകെ സങ്കടം തോന്നും. അവളിപ്പോൾ മിണ്ടണമില്ല, പറയണമില്ല, ഒന്നുമില്ല. അത് ശരിയാണല്ലോ മോഹിനി, എങ്ങനെ ഓടിച്ചാടി നടന്ന് കളിച്ച കുട്ടിയാണ്. ഇപ്പോൾ മിണ്ടാട്ടമൊന്നും ഇല്ലല്ലോ. അയാൾ വന്ന് പോയതിൽ പിന്നെയാണ്. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഒരുപാട് വഴക്ക് പറഞ്ഞല്ലോ, അതൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കും. സാരമില്ല, എല്ലാം വഴിയേ ശരിയാവുമെന്നേ. അങ്ങനെയല്ല സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേ വരുന്നു ഗൗതവും അതേപോലെ തന്നെ നമ്മുടെ നന്ദയും കൂടി ചേർന്നുണ്ട്. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും IPS ഡോക്ടറും ഒക്കെ ഉണ്ടല്ലോ, രണ്ടുപേരും കൂടി ഒരുമിച്ചത് എങ്ങോട്ടാണ്? പിന്നെ വല്യമ്മായി, എനിക്ക് ഏതായാലും ഓഫീസിലേക്ക് പോയാലേ പറ്റുള്ളൂ, എൻ്റെ ഡ്യൂട്ടി എനിക്ക് കളയാനായിട്ട് പറ്റില്ലോ. പിന്നെ നന്ദയ്ക്ക് ചെറിയ ഫയലുകളൊക്കെ എടുക്കാനുണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയല്ല പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദേ വരും നമ്മുടെ പിങ്കി ഗൗതം എന്നും വിളിച്ചുകൊണ്ട് ഓടി ആ സ്റ്റെപ്പ് ഇറങ്ങി വരികയാണ്. ഇത് കണ്ട നന്ദാകെ പേടിച്ചു പോയി പോവുകയാണ്. അയ്യോ പിങ്കി എന്നും പറഞ്ഞുകൊണ്ട് ഓടി ചെല്ലുകയാണ്. പിങ്കി നീ എന്ത് പരിപാടിയാണ്? അപ്പോൾ അരുന്ധതി അമ്മയും പേടിച്ചു പോയി. നീ എന്ത് പരിപാടിയാണ് കാണിച്ചത്? നീ എന്തിനിങ്ങനെ സ്റ്റെപ്പ് ഓടിച്ചാടി ഇറങ്ങി വരുന്നത്? അതിനിപ്പോൾ എന്താണെന്നോ വയലൊരു കുഞ്ഞുള്ളല്ലേ, അതിനെ വെച്ച് എനിക്ക് വരേണ്ട സ്ഥലത്ത് വരണ്ടേ? ഗൗതം പോകുമെന്ന് വിചാരിച്ച് ഗൗതത്തിനോടൊരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ ഓടി ഇറങ്ങി വന്നത്. എന്ത് കാര്യം ഗൗതം? എനിക്ക് പിന്നെ പിങ്കി, നീ ഇങ്ങനെ പോയാൽ ശരിയാവില്ല. കാരണം നീ സ്റ്റെപ്പുകൾ പതുക്കി ഇറങ്ങി വരണം. നീ എന്താ ഒന്നും ശ്രദ്ധിക്കാത്തത്? ഇത് നല്ല പാടാണല്ലോ. എനിക്കെന്താ ആനങ്ങാനും പിടിക്കാനൊന്നും പാടില്ലേ? ഒരുപാട് നാളുകളായി ഞാൻ ഈ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നു. എനിക്കറിയാം എങ്ങനെ ഇറങ്ങി വരണമെന്നൊക്കെ. ഇങ്ങനെ ഭയങ്കര ധിക്കാരം പറയുകയാണ് പിങ്കി. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നന്ദിയാണെങ്കിൽ, പിങ്കി ഇനി ഇത് ശരിയാവില്ല. ഞാനേ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി നീ ഏതായാലും മുകളിൽ താമസിക്കണ്ട. പിന്നെ മുകളിൽ താമസിക്കാതെ പിന്നെ ഞാനിവിടെ താമസിക്കാനാണ്? നീ താഴെ താമസിച്ചാൽ മതി. അതൊന്നും നടക്കില്ല. എനിക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള റൂമാണ് അത്.
ഞാൻ അവിടെ താമസിക്കുള്ളൂ. എടീ, ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഉള്ള റൂമിലല്ല വേണ്ടത്, അത് നിൻ്റെ മനസ്സിലാണ് ഇമോഷണലൊക്കെ വേണ്ടത്, അല്ലാതെ റൂമിലല്ല. അത് ഈ താഴത്തെ റൂമിലിരുന്നാലും ഉണ്ടാകുക തന്നെ ചെയ്യും. അത് നീയല്ല തീരുമാനിക്കുന്നത്, ഇവിടെ തലയിരിക്കുമ്പോൾ ബാലാടണ്ട എന്നൊക്കെ നന്ദയോട് പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വേണ്ട, ഞാൻ പറഞ്ഞില്ല, ഏതായാലും വല്യമ്മായി തന്നെ പറയും. വല്യമ്മായി ഒന്ന് ആലോചിച്ച് നോക്കി വല്യമ്മായി, ഈ പിങ്കി ഇപ്പം തന്നെ കണ്ടില്ലേ, ആ സ്റ്റെപ്പ് ഓടിച്ചാടി ഇറങ്ങി വരുന്നു. എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലോ? വല്യമ്മായി തന്നെ പറ, ഇവിടെ താഴത്തെ റൂമിലേക്ക് പോകുന്നതായിരിക്കില്ലേ നല്ലത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പിങ്കി ആണെങ്കിൽ ഒരിക്കലും എനിക്ക് താഴത്തെ റൂമിൽ താമസിക്കാൻ പറ്റില്ല. കാരണം എന്തെങ്കിലും ഗൂഢാലോചന ചെയ്യുന്നുണ്ടെങ്കിലും പിന്നെ ഗൗതനെ തനിച്ച് വിളിക്കുന്നെങ്കിലും എനിക്ക് മുകളിലത്തെ റൂം തന്നെ പറ്റുള്ളൂ എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ പിങ്കി നേരെ അരുന്ധതിയോട് പറയണം, അമ്മായി ഇനി ഞാൻ സൂക്ഷിച്ചും കണ്ടിറങ്ങി വന്നോളാം അമ്മായി, അമ്മായി ദയവ് ചെയ്ത് എന്നെ താഴത്തെ റൂമിലേക്ക് ആക്കരുത് അമ്മായി എന്നിങ്ങനെ പറയുകയാണ്. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോളെ അതാ നല്ലത്, നീ സൂക്ഷിക്കണം മോളെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് പിങ്കിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിങ്കി ആണെങ്കിൽ താങ്ക് യു അമ്മായി എന്നൊക്കെ പറയാണ്. അതെ മോഹിനി, നിങ്ങൾ രണ്ടിനും കൂടി ചേർന്നിട്ടേ പോയി പിങ്കിയുടെ ഡ്രസ്സുകളെല്ലാം എടുത്തുകൊണ്ട് പോവാ, ബാഗുകളെല്ലാം എടുത്തുകൊണ്ട് പോവാ. തീട പിങ്കി, അതെന്തിനമ്മായി? അത് ഇനി മുതൽ പിങ്കി മോള് താഴ്ത്ത് താമസിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ശരിയാവില്ല, അതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ നന്ദയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അതുകൊണ്ട് മോളിനി ഇവിടെ താമസിച്ചാൽ മതി. അങ്ങനെ നമ്മുടെ നന്ദിയാണെങ്കിൽ ഓ സന്തോഷമായി, എങ്കിൽ പിന്നെ ഞാൻ പൊയ്ക്കോട്ടെ. അയ്യോ എൻ്റെ കുഞ്ഞിനോട് യാത്ര പറഞ്ഞില്ലല്ലോ. അപ്പോൾ പിങ്കിയുടെ വയറിലൊന്ന് തടകിയിട്ട് എൻ്റെ കുഞ്ഞാവേ അമ്മ പോവാണ് കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ അവിടെ നിന്ന് പോവുകയും ചെയ്യാണ്. അപ്പോൾ ഗൗതത്തിനും ഭയങ്കര സന്തോഷം തോന്നി. പിങ്കിക്കാണെങ്കിൽ കാലി വന്നിട്ടൊരവസ്ഥയില്ല. അങ്ങനെ പിങ്കി റൂമിൽ പോയിരുന്നിട്ട് നമ്മുടെ ഗിരിജിറ്റ് വീണ്ടും ചൂടേറ്റി കൊടുക്കുകയാണ്. കണ്ടില്ലേ, അവള് നമ്മളെ ഒതുക്കി അമ്മായി എന്നൊക്കെ പറയുകയാണ്. അതേ മോളെ, ഒതുക്കി. ഇനി അവൾ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ലല്ലോ. അല്ലെങ്കിൽ നീ എന്തിനാണ് ആ സ്റ്റെപ്പൊക്കെ ചാടി ഇറങ്ങി വരുന്നത്? അതിൻ്റെയൊക്കെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? നിന്റെ വയറ്റിലെ കുഞ്ഞിനല്ലേ അത് ആപത്ത്. മറ്റുള്ളവർ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും? നീ ഒരു ഉത്തരവാദിത്തം വിചാരിക്കുള്ളൂ. പക്ഷെ ഞാൻ അതൊന്നും ആലോചിച്ചില്ല. ഞാൻ ഗൗതം പോകുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തണമെന്ന് വിചാരിച്ചു, അത്രയും മാത്രം വിചാരിച്ചുള്ളൂ. പിന്നെ അത്രയും മാത്രം വിചാരിച്ചുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം അലങ്കോലത്തായില്ലേ. നീ എന്ത് ചെയ്യും? എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ചിറ്റേ. ഇനി അങ്ങനെ വെറുതെ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നങ്ങനെ പറയുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.